പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് യൂട്യൂബിൽ വന്ന ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ. ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന എല്ലാവർക്കും, യൂട്യൂബിൽ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെയേറെ ഉപകാരം വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇനി ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതെന്താണ്, നമ്മുടെ യൂട്യൂബിൽ വന്ന അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം, നമ്മളിങ്ങനെ യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഗിയർ ഐക്കൺ കാണാൻ സാധിക്കും. അതിലാണ് ഈ വീഡിയോയുടെ എല്ലാ സെറ്റിംഗ്സും ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. ആ സെറ്റിംഗ്സ് ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ആ ഗിയർ ഐക്കണിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് മുമ്പൊക്കെ. ഇതിൽ നമുക്ക് അഡീഷണൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് സ്റ്റേബിൾ വോളിയം എന്നുള്ള ഒരു ഓപ്ഷൻ പുതുതായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്സെറ്റിലും മറ്റുമൊക്കെ പാട്ട് കേൾക്കുമ്പോഴും അതുപോലെ വീഡിയോയിലുള്ള വോയിസുകളെല്ലാം കേൾക്കുന്ന സമയത്ത് നമുക്കത് ബാലൻസ് ചെയ്ത്, വോയിസ് ബാലൻസ് ചെയ്യും, കൂടിയും കുറഞ്ഞും വരാതെ ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ഓപ്ഷനാണ് യൂട്യൂബ് ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അത് ഉപകാരമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോയിട്ട് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരു അപ്ഡേറ്റ് ആണ്. നമ്മളത് ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്കിവിടെ പ്ലേ ബാക്ക് സ്പീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒരു വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ അതിലെ സ്പീഡ് പല രീതിയിലാക്കി വെക്കാൻ പറ്റില്ല. നോർമലിലും അതുപോയിട്ട് പല രീതിയിൽ സ്പീഡ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ആ കണക്കിന് നേരത്തെ നമുക്ക് ഇതുപോലെ വീഡിയോ കാണുന്ന സമയത്ത് ഇതുപോലെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പക്ഷെ ഇതിപ്പോൾ ഒരു സ്കെയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്കെയിൽ ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് പ്ലസ് ഐക്കണൊക്കെ ഇവിടെ ഉണ്ട്, മൈനസ് ഇവിടെ ഉണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും വച്ച് വീഡിയോ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ അപ്ഡേറ്റുകൾ നിങ്ങളുടെ ഫോണിൽ കിട്ടിയോ എന്ന് നിങ്ങൾ നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം യൂട്യൂബ് ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾക്കും ഈ യൂട്യൂബിന്റെ പുതിയ അപ്ഡേറ്റ് കിട്ടുന്നതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള മറ്റൊരു അറിവുമായി എത്തുന്നവരെ ഗുഡ് ബൈ. എം കെ ചോയ്സ്.